നിങ്ങൾ നല്ലൊരു ഭക്ഷണം പാചകം ചെയ്യാൻ അറിയുന്ന വ്യക്തിയാണോ? മിനിമം ഒരു 20,000 രൂപ മുതൽ 45,000 രൂപ വരെ സാലറി ലഭിക്കാവുന്ന ഒരു ജോലിയെ കുറിച്ചാണ് ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് കുക്കിംഗ് മേഖലയിൽ ഒരുപാട് ജോലി അവസരങ്ങളാണ് നിലവിലുള്ളത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എല്ലാ ഹോസ്റ്റലുകളിലേക്കാണ് വേക്കൻസി ഉള്ളത്. ഹോസ്റ്റലിൽ റിസോർട്ടുകൾ, ഹോം സ്റ്റേകൾ, ടെക്സ്റ്റൈൽസ്, ജ്വല്ലറി, ബേക്കറി, കമ്പനികൾ, ഫാക്ടറികൾ, ഇവിടെയൊക്കെ നമുക്ക് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവർ കൊടുക്കുന്നതാണ്. അപ്പോൾ അവർക്ക് ഒരുപാട് കുക്കിങ്ങിന് സ്റ്റാഫിനെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ നിങ്ങളൊരു കുക്കിംഗ് സ്റ്റാഫിനെ വേണമെന്നുള്ളവരും കുക്കിംഗ് ജോലി ആവശ്യമുള്ളവർക്കും ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ജോലി ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേര്, സ്ഥലം നിങ്ങൾ വാട്സപ്പ് ചെയ്യുക, നിങ്ങളുടെ എക്സ്പീരിയൻസ് വാട്സപ്പ് ചെയ്യുക, നിങ്ങളുടെ പേര്, ജില്ല ഇത് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരും. ഈ ലിങ്കിൽ കയറി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹോസ്റ്റലിലേക്കുള്ള വേക്കൻസികളൊക്കെ നമുക്ക് ഈ ഗ്രൂപ്പിലാണ് വേക്കൻസി ആയിട്ട് വരുന്നത്. അതിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ജോലി തന്നെ ലഭിക്കുന്നതാണ്. കുക്കിംഗ് മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്കാണ് നിലവിൽ വേക്കൻസി ഉള്ളത്. ഹോസ്റ്റലിലേക്ക് കുക്കിംഗ് വേക്കൻസി, അതുപോലെ തന്നെ ക്ലീനിങ് സ്റ്റാഫ്, വാർഡൻ എന്നീ തസ്തികകളിലാണ് ഇപ്പോൾ നിലവിൽ വേക്കൻസി ഉള്ളത്. അപ്പോൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നിങ്ങൾ നല്ലൊരു ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിലേക്ക് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ പേര്, സ്ഥലം, നിങ്ങളുടെ എക്സ്പീരിയൻസ് വാട്സപ്പ് ചെയ്തോ. അതുപോലെ കുക്കിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നാടൻ ഫുഡ് ഉണ്ടാക്കാൻ പറ്റുന്ന ആളുകളാണ് മെയിനായിട്ട് ആവശ്യമുള്ളത്. സാധാരണ നമ്മൾ ചോറ്, സാമ്പാർ, മീൻ കറി, അതുപോലെ തന്നെ പിന്നെ വെജിറ്റേറിയൻ ഐറ്റംസുകൾ കൂടുതൽ ഉണ്ടാക്കാറുണ്ട്. പിന്നെ ചില ദിവസങ്ങളിൽ നോൺ വെജ് എന്ന് പറയുമ്പോൾ ബിരിയാണി, നെയ്ച്ചോറ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ അറിയണം. അതുപോലെ ചിക്കൻ കറികൾ വെക്കാൻ അറിയണം, ഫിഷ് കറി വെക്കാൻ അറിയണം. അപ്പോൾ എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് കേട്ടോ ആവശ്യം. എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാർ വിളിച്ചിട്ട് കാര്യമുള്ള ഇത് ഹോസ്റ്റലായപ്പോൾ ഇങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് ഫുഡ് ഉണ്ടാക്കുന്നതാണ്. മിനിമം 20 ആൾ മുതൽ 50, 100, 150, 200 ആൾ വരെ ആളുകൾക്ക് പാചകം ചെയ്യാൻ അറിയുന്ന ആളുകളാണ് അത്യാവശ്യമുള്ളത്. ഞാൻ പറഞ്ഞു 20 ആൾക്ക് പാചകം ചെയ്യാൻ അറിയുന്നവരെ ആവശ്യമുണ്ട്. 30 പേർക്ക്, 50 പേർക്ക്, 100 പേർക്ക് എന്നൊക്കെ ഭക്ഷണം മിനിമം ഒരു 20 ആക്കെങ്കിലും ഫുഡ് ഉണ്ടാക്കാൻ അറിയുന്ന ആളുകളെയാണ് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത്. അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. നിങ്ങളൊരു കുക്കിംഗ് മേഖലയിൽ എക്സ്പീരിയൻസ് ഇല്ലാണ്ട് നല്ലൊരു ഫുഡ് ഉണ്ടാക്കാൻ അറിയുന്ന ഒരാൾ. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞ നേരത്തെ വെജിറ്റേറിയൻ ഫുഡ് എന്ന് പറഞ്ഞു. പിന്നെ രാവിലെ മോർണിംഗിൽ ഉണ്ടാക്കുന്ന ഫുഡ് ഉപ്പുമാവ്, അതുപോലെ തന്നെ പുട്ട്, അതുപോലെ ചപ്പാത്തി, പിന്നെ പൂരി, അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റുകൾ ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയുന്ന ആളുകളും ആയിരിക്കണം കേട്ടോ. നമ്മൾ വെറുതെ ഫുഡ് ഉണ്ടാക്കാൻ മാത്രമല്ല ഇത്രയും കാര്യങ്ങൾ അറിയുന്ന ആളുകളൊക്കെ ഒരുപാട് ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഹോസ്റ്റലിൽ നല്ലൊരു ജോലി അത്യാവശ്യമാണെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങളെ പേര്, സ്ഥലം നിങ്ങൾ വാട്സപ്പ് ചെയ്യുക. അത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഇതിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചോളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.